വക്കീലന്മാർ, ബാങ്കിൽ ജോലി ചെയ്യുന്നവർ, ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഇത്തരം ആളുകളുടെ എല്ലാം ജോലി ഭൂരിഭാഗം 2050 കൂടിയിട്ട് ഇല്ലാതായി പോകും. Outside. What is outside? Outside's the world. Explain. I need info. പുസ്തകങ്ങൾ വായിക്കാൻ മടിയുള്ള എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഡോണ്ട് റീഡ് ജസ്റ്റ് വാച്ച് എന്നുള്ള സീരീസിലേക്ക് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് യുവാൽ നോഹ ഹരാരിയുടെ 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ച്വറി എന്നുള്ള ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വർക്ക്, ജോലി മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇദ്ദേഹം ഈ ഒരു സെഷനിൽ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. We have no idea what the job market will look like in 2050. 2050 ആകുന്നതോട് കൂടിയിട്ട് ജോലി മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. It is generally agreed that machine learning and robotics will change almost every line of work. അതായത് റോബോട്ടിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ ഒരു കടന്നുകയറ്റം ഈ ജോലി മേഖലയിൽ വളരെയധികം മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. From producing yogurt to teaching yoga. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തൈര് ഉണ്ടാക്കുന്നത് മുതൽ യോഗ പഠിപ്പിക്കുന്നത് വരെ, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതിൻ്റെ വേറൊരു വേർഷനാണ്. ഇത് മുഴുവൻ മെഷീൻസ് ആവും ചെയ്യാൻ പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു റോബോട്ടിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. However, there are conflicting views about the nature of the changes and its imminence. Some believe that within a mere decade or two, billions of people will become economically redundant. Others maintain that even in long run, automation will keep generating new jobs and greater prosperity for all. അതായത് കുറച്ച് ആളുകൾ വിചാരിക്കുന്നത് ബില്യൺസ് ഓഫ് കോടിക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തികമായി അല്ലെങ്കിൽ ഒരു സാമൂഹികപരമായി അവർക്ക് സമൂഹത്തിൽ തീരെ ഇല്ലാത്ത വിഭാഗത്തിലേക്ക്, കാരണം അവർക്ക് ജോലി ഉണ്ടാവില്ല, മെഷീൻസിൻ്റെ ഒരു അതിപ്രസരം കാരണം തൊഴിലില്ലായ്മയൊക്കെ അതിരൂക്ഷമായിട്ട് കോടിക്കണക്കിന് ആളുകൾ സമൂഹത്തിൻ്റെ വളരെയധികം താഴേക്കിടയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഒരു കൂട്ടം വിശ്വസിക്കുമ്പോൾ, മറ്റൊരു കൂട്ടം പറയുന്നത് ഇത്രയധികം അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വരുമ്പോൾ എല്ലാവരുടെയും ജീവിത നിലവാരം ഉയരാനും കൂടുതൽ ജോലി മേഖലകൾ ഡെവലപ്പായിട്ട് വരാനൊക്കെയുള്ള സാധ്യതകളുണ്ടെന്ന് മറ്റൊരു കൂട്ടം ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ ആർ വി ഓൺ എ വേർജ് ഓഫ് ടെറിഫൈയിങ് അപ്ഹീൽ ഓർ ആർ സച്ച് ഫോർകാസ്റ്റ് യെറ്റ് അനദർ എക്സാമ്പിൾ ഓഫ് ഇൽ ഫൗണ്ടഡ് ലുദിത് ഹിസ്റ്റീരിയ? ഈസ് ഇറ്റ് ഹാർഡ് ടു സേ? Fears that automation will create massive unemployment go back to the 19th century, and so far they have never materialized since the beginning of the Industrial Revolution. For every job lost to a machine, at least one new job was created, and the average standard of living has increased dramatically. Yet there are good reasons to think that this time it is different, and that machine learning will be a real game changer. അതായത് മെഷീൻസിൻ്റെ കടന്നുകയറ്റം വരുന്നതോട് കൂടിയിട്ട് കുറേയധികം ഇപ്പോഴുള്ള ജോലികൾ ഇല്ലാതായി മാറുകയും, എന്നാൽ ഈ മെഷീൻസിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, മെഷീൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ലെവലിലുള്ള എക്സ്ട്രീമായിട്ടുള്ള പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോലി മേഖലകൾ തുറന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും കൊണ്ട് നമ്മൾക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാവണമെന്നില്ല. Humans have two types of abilities, physical and cognitive. In the past, machines compared with humans mainly in raw physical abilities, while humans retained an immense edge over machines in cognition. Hence, as mutual jobs in agriculture and industry were automated, new service jobs emerged that required a kind of cognitive skills only humans possessed. Learning, analyzing, communicating, and above all understanding human emotions. However, AI is now beginning to outperform humans in more and more of these skills, including in the understanding of human emotions. We don't know of any third field of activity beyond the physical and cognitive where humans will always retain a secure edge. It is crucial to realize that the AI revolution is not just about computers getting faster and smarter. It is fueled by breaking thoughts in the life science and the social science as well. ഇതിൽ ഈ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൃത്രിമമായ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയില്ല. അതായത് നമ്മൾ ഉണ്ടാക്കിയ കമ്പ്യൂട്ടറിൻ്റെ ബുദ്ധി ഈവൻ മനുഷ്യൻ്റെ ഇമോഷൻസിനെ വരെ റീഡ് ചെയ്യാൻ തരത്തിൽ അടുത്തൊരു ലെവലിലേക്ക് വളർന്നു വരും എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ടാസ്ക് കൊടുക്കുന്നു അതാണ് അവർ റീഡ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഇമോഷൻസിനെ റീഡ് ചെയ്തിട്ടൊന്നും കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നില്ല. The better we understand the biochemical mechanism that underpin human emotions, desire and choices, the better computers can become in analyzing human behavior, predicting human decisions and replacing human drivers, bankers and lawyers. അതായത് ഹ്യൂമൻ ഇമോഷൻസിനെ റീഡ് ചെയ്ത് തുടങ്ങുന്ന കമ്പ്യൂട്ടറുകൾ വരുന്ന കാലത്തോട് കൂടിയിട്ട് ഹ്യൂമൻ ഡ്രൈവേഴ്സ്, ലോയേഴ്സ്, ബാങ്കേഴ്സ് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം കമ്പ്യൂട്ടർ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് വക്കീലന്മാർ, ബാങ്കിൽ ജോലി ചെയ്യുന്നവർ, ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഇത്തരം ആളുകളുടെ എല്ലാം ജോലി ഭൂരിഭാഗം 2050 കൂടിയിട്ട് ഇല്ലാതായി എന്നുള്ളൊരു തരത്തിലാണ് സ്റ്റഡീസ് പറയുന്നത്. In last few decades, research and in areas such as neuroscience and behavioral economics allowed scientists to hack humans and in particular to gain a much better understanding of how humans make decisions. It turned out that our choices of everything from food to mates result not from some mysterious free will, but rather from billions of neurons calculating probabilities within a split of second. Wanted human intuitions is in reality pattern cognition. Good drivers, bankers and lawyers don't have magical intuitions about traffic, investment or negotiation. Rather, by recognizing recurring patterns, they spot and try to avoid careless pedestrian, instead borrowers and dishonest crooks. It's also turned out that the biochemical algorithm of human brain are far from perfect. They rely on heuristic shortcuts and outdated circuits adapted to the African savanna rather than to the urban jungle. No wonder that even good drivers, bankers and lawyers sometimes make stupid mistakes. This means that AI can outperform humans even in tasks that supposedly demand intuitions. If you think that AI needs to compete against the human soul in terms of mystical hunches, that sounds impossible. But if AI really needs to compete against the neural networks in calculating probabilities and recognizing patterns, that sounds far less daunting. സാഹചര്യങ്ങളിലും നമ്മളെക്കാളും വളരെ മിടുക്കന്മാരായിട്ട് കമ്പ്യൂട്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കാരണം പോസിബിലിറ്റീസ് മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ആണ് അതിൻ്റെ ഡാറ്റയിലേക്ക് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഇന്ന പോസിബിലിറ്റി ഒക്കെ വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ ഊഹിച്ചെടുക്കുന്നത് പോലെ കമ്പ്യൂട്ടറും അതിൻ്റെ ആ പോസിബിലിറ്റീസ് ഒക്കെ വെച്ചിട്ട് ഊഹിച്ചെടുത്തിട്ട് ഒരു പക്ഷേ നമ്മളെക്കാളും കൂടുതൽ ഫേവറായിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 പേജ് വായിച്ചില്ലേ? അപ്പോൾ ഇനി അടുത്ത ദിവസം വായിക്കാൻ. പുസ്തകം വായിക്കാൻ മടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലെ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ 1-2 പേജുകൾ നമ്മൾ വായിക്കുന്നതായിരിക്കും. ഇതിന് മുൻപത്തെ ശേഷമുള്ള ബുക്കുകൾ വായിച്ചത് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.